ഗോവിന്ദൻ. ഞാൻ മൈഥിലി IPS, കമ്മീഷണർ ഓഫ് പോലീസ്. അറിയാമേ, അല്ലെങ്കിൽ തന്നെ ബാനർ എഴുതി മാഡത്തിന്റെ കുപ്പായത്തിൽ കുത്തിയിട്ടുണ്ടല്ലോ. അല്ല, മാഡം എന്താ ഇവിടെ? പനിക്ക് മരുന്ന് വാങ്ങാൻ വന്നതായിരിക്കും അല്ലേ? കായലിൽ ചാടുക, കടലിൽ നീന്തുക, ബോട്ട് റേസ് നടത്തുക, ഇതൊക്കെയാ മാഡത്തിന്റെ ഹോബി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അല്പം മുമ്പ് നിങ്ങളുടെ ഓഫീസിൽ ചെന്നിരുന്നു. നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു. അയ്യോ, അതെങ്ങനെ കാണാനാ മാഡം? ഞാനിവിടെ അല്ലായിരുന്നു. ഒരേ സമയത്ത് 2 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ ഞാൻ മജീഷ്യൻ മുതുകാടൊന്നുമല്ലല്ലോ. നിങ്ങൾ സമർത്ഥനാണെന്ന് എനിക്കറിയാം. സമർത്ഥമായി സംസാരിക്കുന്ന ആളാണെന്നും. താങ്ക് യു. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഞാനേ ഇവിടെ ഒരു ഡോക്ടറെ കാണാൻ വന്നതാ. എന്റെ ഈ കടപ്പല്ലിനൊരു വേദന. ചിലരെ കാണുമ്പോ പല്ലിറുമിയാ. ഇപ്പോഴും ഇവിടെ വേദന എടുക്കുന്നു. സേതുലക്ഷ്മിയുടെ ഈ അവസ്ഥയ്ക്ക് പിന്നിലും കുട്ടികളുടെ മിസ്സിങ്ങിന് പിന്നിലും നിങ്ങളാണെന്ന് എനിക്ക് ഉറപ്പാ. കഴിഞ്ഞ ദിവസം കുട്ടികളെ ഒളിപ്പിച്ച ബോട്ടിൽ നിന്നും രക്ഷപ്പെട്ടത് നിങ്ങളുടെ ഗുണ്ടകളാണെന്നും. മാഡം ചുമ്മാ ഉറപ്പിച്ചോ? ഈ ഊഹിക്കുന്നതിനും ഉറപ്പിക്കുന്നതിനും ഒക്കെ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. നിങ്ങളെ ചോദ്യം ചെയ്യാനാ ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വന്നത്. സാരമില്ല, ഒരു തവണ കൂടി വരാം. നിങ്ങളെപ്പോലെ തിരക്കുള്ളവരെ ഞാൻ എന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നത് ശരിയല്ലല്ലോ. IPS ജീവിതത്തിൽ ഒരുപാട് ചോദ്യ പരീക്ഷകൾക്ക് ഉത്തരം പറഞ്ഞും ഉത്തരം എഴുതി ജയിച്ചുമാ ഗോവിന്ദൻ ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് വരട്ടരുത്. MG റോഡിൽ വഴിവാണിഭം നടത്തുന്നവനല്ല ഈ ഗോവിന്ദൻ. കൊച്ചിയെ മൊത്തം വിലക്കെടുക്കാൻ കൽപ്പുള്ളവനാ. ആയിക്കോട്ടെ, കൊച്ചിയെ വാരിയെടുക്കാനുള്ള വിസ്തൃതി ഗോവിന്ദന്റെ കൈകൾക്കുണ്ടാവാം. ഒരു നിമിഷം കൊണ്ട് കൊച്ചി കായലിലെ വെള്ളം കുടിച്ചു വറ്റിക്കാനുള്ള കഴിവും കാണും. പക്ഷേ തനിക്കറിയില്ലെന്നേ എന്റെ അധികാരത്തിന്റെ റീച്ചും റേഞ്ചും. സമ്മതിച്ചു. മാഡം വായിൽ അധികാരത്തിന്റെ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവളാ. പക്ഷേ ഇടുപ്പിൽ തന്ത്രത്തിന്റെ കൊച്ചുപിച്ചാത്തിയുമായി ജനിച്ചവനായി ഗോവിന്ദൻ. ഓളെക്കാളും ഒരുപാട് ഓണം ഉണ്ണുക മാത്രമല്ല, ഒരുപാട് പേരുടെ ശവമടക്ക് കാണുകയും ചെയ്തവനായി ഗോവിന്ദൻ. മുൻ കമ്മീഷണർ രുക്സാന ഈശ്വറിന്റേതുൾപ്പെടെ. താൻ പറഞ്ഞതിന്റെ സൂചന എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു റുക്സാന വേണമെന്ന് കരുതി എല്ലാവരും വീഴ്ത്താവുന്ന കരുതണ്ട. എല്ലാ കാറ്റത്തും ചക്ക വീഴില്ല ഗോവിന്ദ്ജി. വീണാ തന്നെ പ്ലാവിന്റെ ചോട്ടില് മൊയില് കാണത്തുമില്ല. ഇത് തന്നെയാ മാഡത്തിനോട് എനിക്കും പറയാനുള്ളത്. ഒരു വില ഉണ്ട് കുഞ്ഞുമീനിനെ പിടിച്ച ആത്മവിശ്വാസത്തില് കൊമ്പൻ സ്രാവിനെ പിടിക്കാൻ ഇറങ്ങരുതെന്ന്. എന്നെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പക്ഷപാതപരമായാണ് മാഡം പെരുമാറുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിലൊന്നും ഗോവിന്ദന് ഒരു പ്രശ്നവുമില്ല. കൊച്ചിയിലെ പ്രജാപതിയും നഗരപിതാവും ഞാൻ തന്നെ. മാഡം വിളിച്ചാൽ മതി. എപ്പോ വേണമെങ്കിലും ചോദ്യം ചെയ്യാൻ നേരിടാൻ ഈ ഗോവിന്ദൻ വരാം. കമ്മീഷണർ ഓഫീസിന്റെ പടി കടന്നാൽ തല പൊട്ടിത്തെറിച്ചു പോകുന്ന ഭീതിയൊന്നും എനിക്കില്ല. മരിച്ചുപോയ എന്റെ മകളുടെ പ്രായമേ ഉള്ളൂ മാഡത്തിന്. അതുകൊണ്ട് പറയാ, കാലനെ പിടിച്ചു കെട്ടാൻ കയറുമായിട്ട് ഇനി ഒറ്റയ്ക്ക് ഇറങ്ങല്ലേ. എപ്പോഴും ദൈവം കൂടെ നിന്നെന്ന് വരില്ല. വെറുതെ ആയുസ് പാഴാക്കണ്ട. ഗോവിന്ദനോട് മുട്ടി നിൽക്കാൻ മോളെ കൊണ്ടാവില്ല. നോക്കിക്കോ, ഞാനങ്ങോട്ട്